കാറുകൾക്ക് പേരുകേട്ടതാണ് ഇന്ത്യൻ റോഡുകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ മാനുവൽ കാറുകൾ ഓടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി വരുന്ന കാറുകൾക്ക് ഡിമാൻഡ് കൂടിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി കുറഞ്ഞ വിലയിൽ ഓട്ടോമാറ്റിക്കിന്റെ സൗകര്യം നൽകാൻ വേണ്ടിയാണ് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് വേരിയന്റുകൾ പുറത്തിറക്കിയത്. ബജറ്റ് വിലയിൽ വരുന്ന കുറച്ച് മാരുതി കാറുകളിൽ ഈ ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ ലഭ്യവുമാണ്. മാരുതി സുസുക്കിയുടെ AGS ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ വരുന്ന കാറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ കാത്തിരിക്കുന്നത് ഒരു സന്തോഷ വാർത്തയാണ്. വിവിധ മോഡലുകളിലുടനീളം ഓട്ടോ ഗിയർ ഷിഫ്റ്റ് വേരിയന്റുകൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. ജൂൺ 1 മുതൽ പുതിയ വില പരിഷ്കാരം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഓൾട്ടോ K10, എസ്പ്രസോ, സെലേറിയോ, വാഗണാർ, സ്വിഫ്റ്റ്, ഡിസയർ, ബലേനോ, ഫ്രോങ്സ്, ഇഗ്നിസ് എന്നിവയുൾപ്പെടെയുള്ള മോഡലുകളുടെ AGS വേരിയന്റുകൾക്ക് ഇനി 5000 രൂപ കുറച്ചു മുടക്കിയാൽ മതി. ഇതിന് പിന്നിൽ കൃത്യമായ കാരണം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. AGS വേരിയന്റുകളുടെ വിൽപ്പന പ്രതീക്ഷിച്ചതിലും കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വില കുറയ്ക്കാൻ കമ്പനി തീരുമാനിച്ചതെന്നാണ് വിവരം. എക്സ്ചേഞ്ച് ഫയലിംഗിലൂടെയാണ് കമ്പനി തങ്ങളുടെ മോഡലുകളിലുടനീളം AGS വേരിയന്റുകളുടെ വില കുറയ്ക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചിരിക്കുന്നത്. AGS സാങ്കേതികവിദ്യ കൂടുതൽ പേർക്ക് ആക്സസ് ചെയ്യാനും വില കുറയുന്നതോടെ തങ്ങളുടെ മോഡൽ നിരയുടെ ആകർഷണീയത ഉയർത്താനാകുമെന്നുമാണ് കമ്പനിയുടെ കണക്കുകൂട്ടൽ. AGS വേരിയന്റുകൾ കൂടുതൽ താങ്ങാനാവുന്നതാക്കി മാറ്റുന്നതിലൂടെ ജനപ്രീതി ഉയർത്താനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. മാനുവൽ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളുടെ നേട്ടങ്ങൾ സമന്വയിപ്പിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സാങ്കേതികവിദ്യയാണ് ഓട്ടോ ഗിയർ ഷിഫ്റ്റ്. 2014 മാരുതി സുസുക്കി AGS ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഡ്രൈവറുടെ ഇടപെടലില്ലാതെ ഗിയർ ഷിഫ്റ്റുകളും ക്ലച്ച് കൺട്രോളുകളും ഈ ഓട്ടോമാറ്റിക് കാറുകളിൽ ഇലക്ട്രിക്കലി ഓട്ടോമേറ്റഡ് ആണ്. ട്രാൻസ്മിഷൻ ഇലക്ട്രോണിക് കൺട്രോളർ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഇന്റലിജന്റ് ഷിഫ്റ്റ് കൺട്രോൾ ആക്യുവേറ്റർ ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുണ്ട്. ഡ്രൈവിംഗ് സാഹചര്യങ്ങൾ വിലയിരുത്തി ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റുകൾ ക്രമീകരിക്കാനും അതുവഴി ഡ്രൈവിംഗ് പെർഫോമൻസ് മെച്ചപ്പെടുത്താനും ഇതിന് സാധിക്കുന്നു. ഈ രണ്ട് ഘടകങ്ങളും കാറിന്റെ ട്രാൻസ്മിഷൻ യൂണിറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ഇത് ക്ലച്ചിന്റെ സിങ്ക്രണൈസ്ഡ് കൺട്രോളും സുഗമമായ ഗിയർ ഷിഫ്റ്റുകളും ഉറപ്പാക്കുന്നു. മെച്ചപ്പെട്ട പെർഫോമൻസ് പുറത്തെടുക്കുന്നതിനും വാഹനത്തിന്റെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇത് AGS സഹായകമാണ്. CVT, DCT, IMT, ടോർക്ക് കൺവേർട്ടർ എന്നിങ്ങനെ മറ്റു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിനോടകം തന്നെ ചെലവ് കുറഞ്ഞതാണ് AGS. ഇതിന്റെ വില വീണ്ടും കുറയ്ക്കുന്നതിലൂടെ AGS മോഡലുകളിലേക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ മാരുതിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു തീരുമാനം ജൂൺ മാസത്തിലെ മാരുതി സുസുക്കിയുടെ വിൽപ്പനയിൽ പ്രതിഫലിക്കും. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024 മാർച്ച് വരെ മാരുതി സുസുക്കി ഇന്ത്യയുടെ പാസഞ്ചർ വാഹന വിഭാഗത്തിലെ വിപണി വിഹിതം 39.33%. 2023 ഡിസംബറിൽ കമ്പനി കൈവശം വെച്ചിരുന്ന 42% വിപണി വിഹിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ കുറവാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ മാരുതി എക്കാലത്തെയും ഉയർന്ന മൊത്ത വിൽപ്പന രേഖപ്പെടുത്തിയിരുന്നു. ആഭ്യന്തര വിൽപ്പനയും കയറ്റുമതിയും ഉൾപ്പെടെ 21.35 ലക്ഷം യൂണിറ്റുകളായിരുന്നു വിൽപ്പന. 2023 സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിൽപ്പനയായ 19.66 ലക്ഷം യൂണിറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ 8.5% വളർച്ച. ഈ സാമ്പത്തിക വർഷം അത് വീണ്ടും ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.